കുട്ടാറിൽ പെയ്ത കനത്ത മഴയിൽ തെക്കേടത്ത് അരുണിന്റെ വീട് പൂർണ്ണമായും തകർന്നു. വീട്ടുപകരണങ്ങൾ ഒലിച്ചുപോയി. മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയെന്ന് കരുതിയ ഭാര്യയുടെ സ്വർണം മാത്രം തിരിച്ചു കിട്ടി. പ്രദേശത്ത് നിരവധി വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. ഇന്നലെ പെയ്ത മഴയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയായിട്ടുള്ള കൂട്ടാറിലാണ്. കൂട്ടാറിൽ ഇവിടെ ഒരു വീട് പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. കാര്യമായി ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. വീട്ടിലുണ്ടായിരുന്ന ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ റോഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ വലിയ ആഹ്ലാദ പ്രകടനം നടക്കുകയാണ്. എന്തായിരുന്നു ഈ വലിയ ദുരന്തം നേരിടുകയാണ്, അതിനിടയിൽ എല്ലാവരും ഒരു സന്തോഷിച്ച കാര്യം എന്തായിരുന്നു? കുറച്ച് സ്വർണം ഇതിനെ ഒരു ഡെപ്പിക്കകത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അത് കിട്ടിയതിന്റെ സന്തോഷം പിള്ളേർ കാണിച്ചതേ ഉള്ളൂ. ഇത് എന്തോരം ഉണ്ടായിരുന്നു? ഇത് എന്തോരം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഭാര്യയുടെയാണ്. ഇത്ര ഉണ്ട്. ഇത് ആകെ ഉണ്ടായിരുന്നു. രണ്ട് വളയും കൂടെ വേറെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ആകെയുള്ള സമ്പാദ്യം ഇതാണ്. ബാക്കിയെല്ലാം പോയി. നിങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ ഇവിടെ? ഇല്ലായിരുന്നു. ഞങ്ങള് ഇതറിഞ്ഞ് വെള്ളം കയറിയെന്ന് ഈ കൂട്ടത്തിലുള്ളവരൊക്കെ തന്നെ വിളിച്ചു പറഞ്ഞിട്ട് രാവിലെ വന്നപ്പം ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നത് കണ്ടത്. പിന്നെ അതിനകത്തൊന്നും സാധനമൊന്നും എടുക്കാൻ പറ്റിയില്ല. അന്നേരം വെള്ളം കൂടുതലായിരുന്നു. ഇവിടെയൊക്കെ തന്നെ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം ഇറങ്ങിയതിന് ശേഷം പിന്നെ തുടങ്ങിയതാണ്. ഇപ്പൊ രാവിലെ തൊട്ട് ഉള്ള ആൾക്കാർ ഇതെല്ലാം. മറ്റു മാർഗങ്ങളുണ്ടോ നിങ്ങൾക്ക് താമസിക്കാൻ? എന്തെങ്കിലും മാർഗം കണ്ടെത്തണം. എന്താ ജോലി ചെയ്യുന്നു? ഞാനൊരു വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുക, കട്ടപ്പന. തൽക്കാലം മറ്റേതെങ്കിലും ബന്ധു വീടുകളിലേക്ക് പോകാനാണോ ഉദ്ദേശം? എവിടെയെങ്കിലും വീടുകളിലേക്ക് മാറണം. ബാക്കി പിന്നെ ഇവിടെ ഈ ഒരു വീട് മാത്രമാണോ നഷ്ടപ്പെട്ടത്, അതോ ഈ മേഖലയിൽ വ്യാപകമായിട്ട് നാശനഷ്ടമുണ്ടോ? ഈ സൈഡിലിരിക്കുന്ന വീടെല്ലാം ഇപ്പോഴും വെള്ളം ഇറങ്ങാത്ത വീടുകളുണ്ട്. ഇത്ര സമയമായിട്ടും ഇതുവരെയും ഇത്രയും വർഷങ്ങൾ കൊണ്ട് ആദ്യമായിട്ട് ഇത്രയും വെള്ളം കയറുന്നത്. ഇതിന് മുന്നേ കയറിയിട്ടുണ്ട്, പക്ഷെ അത്രയും പ്രശ്നമുള്ള രീതിയിലുള്ളതൊന്നുമില്ല. പക്ഷെ ഇത് മണിക്കൂറുകൾ കൊണ്ട് വെള്ളം വളരെ ഉയരത്തിലേക്ക് കയറി ഇത്ര സമയമായിട്ട് ഇറങ്ങിപ്പോയത്. തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഈ പുഴയോരത്ത് താമസിക്കുന്ന നിരവധി വീടുകളുണ്ട്. ആ വീടുകളിലെല്ലാം വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ അരുണാണ് സംസാരിച്ചത്. അരുണിന് ഇനി അവശേഷിക്കുന്നത് ആ സ്വർണം മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം വലിയ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരെല്ലാം കൂടി അത് തിരയുകയായിരുന്നു. ആ തിരയുന്നത് നമ്മൾ എത്തുന്നപ്പോഴാണ് അത് അവർക്ക് ചെളിയിൽ പൂണ്ട നിലയിൽ കിട്ടുന്നത്. ആ വീടുകളൊക്കെ ഉണ്ട്. ആ വീടുകളിലൊക്കെ ഏതാണ്ട് പൂർണ്ണമായും വെള്ളം കയറിയ അവസ്ഥയിലാണ്. ആ വീടുകളൊക്കെ തകർന്നിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസം. പക്ഷേ ബലക്ഷയം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി അവിടെ താമസിക്കുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും പ്രദേശവാസികളെ സംബന്ധിച്ച് ആശങ്കയാണ്. ഇത് ഈ മേഖലയിൽ മാത്രമല്ല, നെടുങ്കണ്ടത്തിന്റെ വിവിധ മേഖലകളിൽ നിരവധി വീടുകളാണ് ഇത്തരത്തിൽ വെള്ളം കയറിയിരിക്കുന്നത്. പലരും മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കൂട്ടാറിൽ നിന്ന് വിനോ കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്.